നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ തീർക്കാനുള്ളൊരു പദ്ധതിയാണോ അണിയറയിൽ നടത്തുന്നത്? ഇപ്പോൾ കാണുന്ന ഈ സംഘർഷം അത് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നതാണോ? എന്നാൽ അതങ്ങനെയാണെന്നാണ് ചൈനീസ് സമൂഹ മാധ്യമങ്ങളിലുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഖത്തറും സൗദിയും ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കനത്ത വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിലേക്ക് അഫ്ഗാനിസ്ഥാന്റെ വെടിവെപ്പുണ്ടാകുന്നു. അങ്ങനെ പലവിധ വിഷയങ്ങൾ ഉടലെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംഘർഷത്തിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതായി ചൈന സംശയിക്കുന്നത്. പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ സൈനികർ പല സാഹചര്യങ്ങളിലും TTP-യുടെ ഭാഗത്തു നിന്നായിരുന്നാലും താലിബാന്റെ നേരിട്ടുള്ള ആക്രമണത്തിലായിരുന്നാലും BLA-യുടെ ആക്രമണത്തിലായിരുന്നാലും 200-ലധികം പാകിസ്ഥാൻ സൈനികർ ഇതിനോടകം തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊക്കെ പിറകിൽ ചരട് വലിച്ചത് ഇന്ത്യയാണ്. ഈ ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായി ഉയർത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യ ഭീകരരെന്ന് വിളിച്ച ആ താലിബാൻ ഭരണകൂടവുമായി ചരിത്രത്തിലാദ്യമായി അടുക്കാനുള്ളൊരു നീക്കം ഇന്ത്യ നടത്തുന്നു. എന്തിനു വേണ്ടി? അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും താലിബാൻ നേതാവുമായിട്ടുള്ള ആമിർ ഖാൻ മുദ്ദാഖിയുടെ ഇന്ത്യൻ സന്ദർശനം ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിൽ വലിയൊരു മാറ്റത്തിനാണ് ഇത് വഴിയൊരുക്കുന്നത്. തൊട്ടു പിറകെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ സേനയുടെ കടുത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യം അത് ഇന്ത്യൻ സന്ദർശനത്തിനുള്ള ഒരു സൂചനയാണോ, ഒരു മുന്നറിയിപ്പാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സേനകൾ തമ്മിൽ ഈ സാഹചര്യത്തിലും വടക്ക് പടിഞ്ഞാറൻ അതിർത്തി മേഖലയിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിയുതിർത്തെന്നും ഇതിന് മറുപടി തക്കതായി തന്നെ തങ്ങൾ നൽകിയെന്നുമാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാക് സൈന്യത്തിന്റെ തിരിച്ചടിയിൽ അഫ്ഗാനിസ്ഥാന്റെ ടാങ്കുകൾക്കും സൈനിക പോസ്റ്റുകൾക്കും സാരമായ കേടുപാടുകൾ പറ്റിയെന്നാണ് റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാനിലെ ഖോസ്റ്റ് പ്രവിശ്യയിലെ ഡെപ്യൂട്ടി പോലീസ് വക്താവ് ഏറ്റുമുട്ടലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പങ്കുവച്ചിരിക്കുകയാണ്. ഈ ആഴ്ച ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുന്നത് ഇതിപ്പോൾ 2ാം തവണയാണ്. അഫ്ഗാൻ സൈന്യവും പാകിസ്ഥാൻ താലിബാനും ചേർന്ന് പ്രകോപനമില്ലാതെ ഒരു പാകിസ്ഥാൻ പോസ്റ്റിന് നേരെ വെടിയുതിർത്തു എന്നാണ് പാക് മാധ്യമ റിപ്പോർട്ട്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ഖുറം ജില്ലയിൽ പാക് സൈന്യം അതിശക്തമായി തന്നെ തിരിച്ചടിച്ചെന്നും റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാൻ താലിബാന്റെ പരിശീലന കേന്ദ്രം പാക് സൈന്യം നശിപ്പിച്ചെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശനിയാഴ്ച പാക് അഫ്ഗാൻ സൈന്യങ്ങൾ അതിർത്തിയിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു. ഇരു കൂട്ടർക്കും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. ഒട്ടനവധി സൈനികർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് വീണ്ടും ഒരു 2ാം ഭാഗം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ ഒരു ദ്വിരാഷ്ട്ര സംഘർഷമായി വിലയിരുത്തുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഇന്ത്യയും ഉൾപ്പെടുന്ന ഒരു യുദ്ധമായിട്ടാണ് ചൈനീസ് വിശകലന വിദഗ്ധർ അനുമാനിക്കുന്നത്. അതിന് പല കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താലിബാനുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഇടപെടലായിരിക്കാം ഇതിന് കാരണം. നേരത്തെ പാകിസ്ഥാനിൽ BLA ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ BLAക്ക് ആയുധങ്ങൾ കൈമാറിയിരുന്നു എന്നുള്ള ആരോപണം പാകിസ്ഥാനിലടക്കം ഉയർന്നു കേട്ടിരുന്നു. അതിൻ്റെ 2ാം ഭാഗം എന്ന രീതിയിലാണ് ഇപ്പോൾ ചൈന ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ചർച്ചകളിലൂടെ മാറിക്കൊണ്ടിരിക്കുന്നത്. താലിബാൻ ഭരണകൂടത്തിന്റെ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുദ്ദാഖി ഇന്ത്യൻ സന്ദർശനം നടത്തിയത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു. അത് ഈ സംഘർഷങ്ങളുടെ വർധനവുമായി ബന്ധപ്പെടുത്തുന്നു. ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇതിലൊരു പങ്കുണ്ടെന്നുള്ള അനുമാനമാണ് അവർ ഉയർത്തുന്നത്. ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന അന്തർദേശീയ സാമ്പത്തിക സംരംഭങ്ങളിൽ അഫ്ഗാനിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യ കൂടുതൽ ആശങ്കാകുലരാണെന്നാണ് ഒരു കൂട്ടം ആളുകൾ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നത്. കാബൂളിൽ സ്വാധീനം വീണ്ടും അരക്കിട്ടുറപ്പിക്കാൻ ന്യൂഡൽഹി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മുതലെടുക്കാനായി ശ്രമിക്കുന്നു. അതിലൂടെ നേട്ടമുണ്ടാക്കിയെടുക്കുന്നത് ഇന്ത്യ തന്നെയാണ് പരോക്ഷമായി. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ വ്യക്തമായി തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ യുദ്ധത്തിന് വേണ്ടി. നേരിട്ടല്ലാതെ ഒരിറ്റ് ചോര ചീന്താതെ കൃത്യമായി ശത്രുവിനെ തീർക്കാനുള്ള ചാണക്യതന്ത്രം അതാണ് ഇന്ത്യ പയറ്റുന്നതായി ചൈനീസ് മാധ്യമങ്ങൾ കുറിക്കുന്നത്. ഇതിനുള്ള വ്യക്തമായ കാരണങ്ങൾ അവർ ഓരോന്നായി പറയുന്നു. ഒരു ഭാഗത്ത് ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാനാണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ശത്രു. അതിർത്തിയിൽ ഇന്ത്യക്കെന്ന പോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും വലിയ തലവേദനയായി പാകിസ്ഥാൻ മാറുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സാൻഡ്വിച്ച് മോഡലാണ് പാകിസ്ഥാൻ നിലകൊള്ളുന്നത്. ഇപ്പുറത്ത് ഇന്ത്യയെങ്കിൽ അപ്പുറത്ത് അഫ്ഗാൻ. ഇരുവരും അതിർത്തിയിൽ നിരന്തര സംഘർഷത്തിലാണ്. ഇങ്ങനെ പാക് അഫ്ഗാൻ ബന്ധം ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിലും ഏറ്റവും വഷളായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു.
ഈ ഘട്ടത്തിലാണ് അഫ്ഗാനുമായിട്ടുള്ള ഇന്ത്യയുടെ സൗഹൃദം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തെ സംശയദൃഷ്ടിയോടുകൂടി ചൈനീസ് നിരീക്ഷക വിദഗ്ധർ നോക്കിക്കാണുന്നത്. താലിബാൻ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള സഹായം പോലെ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആകട്ടെ സ്ഥിതിഗതികൾ ആകെ മാറി. പാകിസ്ഥാനെ നേരിടാനും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള പ്രവേശനം തടയാനും ഇന്ത്യക്ക് താലിബാനെ ഉപയോഗിക്കാനായി കഴിയും. അതിർത്തിയിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ അഫ്ഗാൻ ഇന്ത്യയുടെ കൈപിടിക്കാനായി എത്തി. ഭാവിയിൽ ഇന്ത്യക്കും ഇത് ഗുണം ചെയ്തേക്കാവുന്ന ഒരു ബന്ധമായതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും കൈ കൊടുക്കാതിരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി അകന്ന താലിബാനെ ചേർത്ത് നിർത്തുന്ന പുതിയ ഭൗമരാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഇന്ത്യ പയറ്റുന്നത്. അതിനെ തെറ്റു പറയാനും സാധിക്കില്ല. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഇന്ത്യക്കൊപ്പമായിരുന്നു അഫ്ഗാൻ. അന്നു മുതലാണ് താലിബാനുമായി ചങ്ങാത്തം ഇന്ത്യ വെച്ച് പുലർത്താനായി ചില തീരുമാനങ്ങൾ എടുത്തത്. അതിനു മുന്നേ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് താലിബാൻ രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു. അതിലും ഇരു കൂട്ടരുടെയും മുഖ്യശത്രു പാകിസ്ഥാനാണ് എന്നുള്ള സൂചന ലോകത്തിനാകമാനം നൽകിയതായിരുന്നു. പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞുകൊണ്ടെന്ന് ഇന്ത്യക്കൊപ്പം നിന്ന അഫ്ഗാന്റെ ഈ നിലപാടുകൾ ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിലുണ്ടായ ഏറ്റവും കടുത്ത ഒരു നാഴികക്കല്ല് കൂടിയായിരുന്നു. നിർണായകമായ ആ മാറ്റത്തിന് അതായിരുന്നു വഴിയൊരുക്കിയത്. അങ്ങനെ ഘട്ടം ഘട്ടമായി വളർന്നു വന്ന ഈ ബന്ധം ഇന്ന് വിദേശകാര്യമന്ത്രി അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയെ ഇന്ത്യയിൽ വരെ എത്തിച്ചു. ഇന്ത്യയെ അവരുടെ പ്രധാന സാമ്പത്തിക പ്രാദേശിക പങ്കാളിയായി താലിബാൻ നോക്കിക്കാണുന്നു. ഇത്രയും കാലം അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ സഹായങ്ങൾ തുടർന്നും നൽകണമെന്ന അഭ്യർത്ഥന താലിബാന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. തങ്ങളെ ഒരു സർക്കാരായി ഒരു ഭരണകൂടമായി ദയവ് ചെയ്ത് അംഗീകരിക്കാനുള്ള ഒരാവശ്യം മുന്നോട്ട് വെച്ചു. ഇക്കാലം അത്രയും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാത്ത ഇന്ത്യ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന സംശയം ഇപ്പോൾ ഒരു പരിധിവരെ ദൂരീകരിച്ചിട്ടുണ്ടായിരിക്കും. ഈ ചങ്ങാത്തം ഇന്ത്യക്കും അഫ്ഗാനും ഇനി ഭാവിയിൽ എന്ത് നേട്ടമായിരിക്കും നൽകുക? അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പിന്നിലേക്ക് പോകേണ്ടി വരും. 2021 താലിബാൻ അഫ്ഗാനിൽ വീണ്ടും അധികാരം പിടിച്ചെടുത്തത്. അതിനുശേഷം ഒരു മുതിർന്ന താലിബാൻ നേതാവിൻ്റെ ആദ്യത്തെ ഇന്ത്യൻ സന്ദർശനം, അതും മുതാഖി. പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായപ്പോൾ മുതാഖിയുടെ ഇന്ത്യൻ സന്ദർശനത്തെ താലിബാൻ ഒരു സംരക്ഷണ തന്ത്രമായി കണ്ടുവെന്നാണ് വെയ്ബോയിലെ പലരും അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാൻ നയതന്ത്രത്തിലെ പ്രായോഗികതയിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകൂടിയാണ് മുതാഖി. യാത്രാവിലക്ക് ഉൾപ്പെടെ നിലനിൽക്കെ ഒരു പ്രത്യേക ഇളവ് വഴിയാണ് മുതാഖി ഇന്ത്യയിലേക്കുള്ള ഈ യാത്ര സാധ്യമാക്കിയെടുത്തത്. അങ്ങനെ അത്രയധികം ബുദ്ധിമുട്ടി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം സാധിച്ച് തിരിച്ചു പോകണമെന്ന നിശ്ചയദാർഢ്യവും പിടിവാശിയും താലിബാൻ ഉണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതിനെന്ത് വിട്ടുവീഴ്ചയും ഇന്ത്യയുമായി ചെയ്യാൻ അവർ തയ്യാറുമാണ്. വ്യാപാര സാമ്പത്തിക നയതന്ത്ര കാര്യങ്ങളിലടക്കം ഇന്ത്യയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ അടച്ചുപൂട്ടിയിട്ടുള്ള കാബൂളിലെ ഇന്ത്യൻ എംബസി പൂർണ്ണ സജ്ജമായി തുറക്കുമെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രഖ്യാപനം പിറകെ എത്തിയതും ഏവർക്കും ഞെട്ടലുണ്ടാക്കിയതായിരുന്നു. ഇപ്പോഴത്തെ ഭൗമരാഷ്ട്രീയ കാലത്തെ ഇന്ത്യയുടെ പുതിയ നയതന്ത്ര നീക്കമായി പലരും ഇതിനെ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇപ്പോൾ രസകരമെന്ന് പറയട്ടെ, ഒട്ടനവധി ചൈനീസ് ഇന്റർനെറ്റ് ഉപയോക്താക്കൾ താലിബാനെ ഇന്ന് സൗഹൃദ രാഷ്ട്രമായി നോക്കിക്കാണുന്നില്ല. പകരം ഒരു ഭീകര സംഘടനയായി താലിബാനെ പരാമർശിച്ച് പറയുകയാണ്. എന്നിരുന്നാലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഓഗസ്റ്റിൽ താലിബാൻ പ്രതിനിധികളെ നേരിട്ട് കണ്ട്, എന്തിനേറെ പറയുന്നു മുതാഖിയെ തന്നെ നേരിട്ട് കണ്ട് കാബൂളിൽ അഫ്ഗാനിസ്ഥാനുമായും പാകിസ്ഥാനുമായും ഒരു ത്രികക്ഷി ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള വിവരണങ്ങളൊന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രമായി, ഒരു ഭരണകൂടമായി, ഭരണാധികാരികളായി അവരെ ചൈനീസ് പ്രതിനിധികൾ നോക്കിക്കണ്ടിരുന്നു. പക്ഷേ അവിടുത്തെ ജനത ഇപ്പോൾ തിരിച്ചാണ് കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ അതിശയമൊന്നും തന്നെ പറയാനില്ല. കാരണം 2021 താലിബാൻ അധികാരം പിടിച്ചപ്പോൾ ആദ്യമായി താലിബാനെ അംഗീകരിച്ചത് പാകിസ്ഥാനായിരുന്നു. എന്നാൽ ഇപ്പോൾ കൺവെട്ടത്ത് പോലും കാണാൻ പാടില്ലാത്ത ശത്രു എന്നാണ് നിലവിൽ പാകിസ്ഥാൻ താലിബാനെ വിശേഷിപ്പിക്കുന്നത്. താലിബാനുമായി അടുത്തത് വഴി ഇന്ത്യ നോട്ടമിടുന്നത് പല പല നേട്ടങ്ങളാണ്. 2001 US അധിനിവേശത്തിന് ശേഷം അഫ്ഗാന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഭീമമായ തുക ചെലവിട്ട ഇന്ത്യക്ക് അതിന്റെ നേട്ടങ്ങൾ ഇനിയെങ്കിലും നേടണമെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടവുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ച് മതിയാകും. സുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. അതിൽ വലിയ ഒരു പരിധിവരെ അഫ്ഗാൻ ഏറ്റെടുക്കാമെന്ന ഉറപ്പുകൂടി നൽകുന്നുണ്ട്. കാരണം പാകിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരെ ശക്തമായി തന്നെ കഴിഞ്ഞ ദിവസം താലിബാൻ വക്താവ്
പറഞ്ഞത് തന്നെയാണ് ഇന്ത്യയെ കൂടുതൽ അടുപ്പിക്കുന്നത്. ലഷ്കർ-ഇ-തയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ സംഘടനകൾ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നും താലിബാനുമായി അടുക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകമായിരുന്നു. അഫ്ഗാന്റെ മണ്ണിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള തീവ്രവാദം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് താലിബാൻ ഉറപ്പ് നൽകിയിരിക്കുന്നു. പാകിസ്ഥാനോടും ശക്തമായി തന്നെ താലിബാൻ താക്കീത് നൽകുന്നു. ഇതുതന്നെയാണ് ഇന്ത്യയെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നത്. പാകിസ്ഥാൻ പ്രോത്സാഹനം നൽകുന്ന ഭീകരവാദ സംഘടനകൾക്കുള്ള ശക്തമായ താക്കീതായി ഇതിനെ നോക്കി കാണുന്നുണ്ട്. ചൈനീസ് ഓൺലൈൻ ചർച്ചകളും ഒട്ടനവധി സിദ്ധാന്തങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കാബൂളിലുണ്ടായിരിക്കുന്ന ഡ്രോൺ ആക്രമണങ്ങൾ മുതൽ ഡ്യൂറൻഡ് രേഖയിലെ പ്രതികാര ഷെല്ലാക്രമണം തൊട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടക്കുന്ന വ്യോമാക്രമണം വരെ ഇന്ത്യയുടെയും അമേരിക്കയുടെയും സാന്നിധ്യം വരെയാണ് ഈ സംഘർഷത്തിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ചില്ലറ അതിർത്തി സംഘർഷമെന്നല്ല, മറിച്ച് ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും കടുത്ത ഭൗമരാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ ഏറ്റുമുട്ടലായി തന്നെ ഇതിനെ പലരും ചിത്രീകരിക്കുന്നുണ്ട്. താലിബാന്റെ പ്രവർത്തനങ്ങൾ ഒരു നിഴൽ യുദ്ധത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പങ്ക്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ പങ്കിനെ അടയാളപ്പെടുത്തുന്നു എന്നാണ് ചില നിരൂപകർ, ചൈനീസ് നിരൂപകർ ചൂണ്ടിക്കാണിക്കുന്നത്. ദക്ഷിണേഷ്യയിൽ പാകിസ്ഥാനെ അടിച്ചമർത്തുക എന്നുള്ള ലക്ഷ്യം ഇന്ത്യക്കുണ്ട്. അതിനായി താലിബാനെ മുൻനിർത്തി കളിക്കുന്നു. നേരിട്ട് ഇടപെടാനുള്ള മാർഗം ഇന്ത്യക്കില്ല. അതുകൊണ്ടാണ് അതിർത്തി സംഘർഷങ്ങളുടെ പേരിൽ അഫ്ഗാനുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ ഈ നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ വിമർശിക്കുന്നത്. ചൈനീസ് നിരീക്ഷകരുടെ അഭിപ്രായമനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെ നിയന്ത്രിക്കാനും പാകിസ്ഥാനെതിരെ പോരാടാനുമായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. ബാഹ്യശക്തികളുടെ പങ്കിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് പുറമെ പാകിസ്ഥാൻ വ്യോമാക്രമണങ്ങളിൽ ഉപയോഗിക്കുന്ന റിയൽ ടൈം ടാർഗറ്റ് ഇൻ്റലിജൻസ് എന്ന സംവിധാനം, അത് അമേരിക്കൻ ഉപഗ്രഹങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് മറ്റു ചിലർ പറയുന്നുണ്ട്. അത്തരത്തിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും സഹായത്തോടെ ഈ ആക്രമണം നടക്കുമോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. എന്നാൽ അമേരിക്ക എങ്ങനെയാണ് ഒരു ഡബിൾ ഏജന്റ് എന്ന രീതിയിൽ പാകിസ്ഥാനൊപ്പവും അഫ്ഗാനിസ്ഥാനൊപ്പവും നിലകൊള്ളാനായി കഴിയുക? അക്കാര്യത്തിൽ ചില സംശയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അത്തരം ഒരു സംശയവും ചൈന പങ്കുവെക്കുന്നില്ല. ഉറപ്പിച്ചു തന്നെയാണ് പറയുന്നത് ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്നും. അഫ്ഗാൻ ആഭ്യന്തര യുദ്ധസമയത്തും താലിബാന്റെ ആദ്യ ഭരണകാലത്തും ആ പ്രസ്ഥാനത്തോട് അകലം പാലിച്ച ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ നയതന്ത്രപരമായ പ്രായോഗിക പരിഗണനകൾ ഉണ്ടെന്നാണ് ഇതിലൂടെ ചുരുക്കം പറഞ്ഞു വെക്കുന്നത്. അഫ്ഗാനിൽ പാകിസ്ഥാന്റെ സ്വാധീനം സാധ്യമായ അത്രയും കുറയ്ക്കേണ്ടത് അത് ഇന്ത്യയുടെ താല്പര്യമാണ്, ആവശ്യമാണ്. അതനുസരിച്ചാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ ഈ പോക്കും. താലിബാനുള്ളിൽ പാകിസ്ഥാൻ ഇപ്പോൾ പഴയ ആ സ്വാധീനമില്ല. ആ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന അമേരിക്ക പാകിസ്ഥാൻ ബന്ധം, അറബിക്കടലിൽ തുറമുഖം സ്ഥാപിക്കാനായി അമേരിക്ക പാകിസ്ഥാനെ ക്ഷണിച്ചതും അഫ്ഗാനെ സംബന്ധിച്ചൊരു തലവേദന തന്നെയാണ്. ആ സാഹചര്യത്തിൽ ഒരേ സമയം അമേരിക്കയെയും പാകിസ്ഥാനെയും അഫ്ഗാനും നേരിടേണ്ടി വരും. അങ്ങനെയെങ്കിൽ അതിന് ഇന്ത്യയുടെ കൂട്ടുകെട്ട് തന്നെയാണ് മുതൽക്കൂട്ടാവുന്നത്. അതിനൊപ്പം അഫ്ഗാനിലെ ബെഗ്രാം വ്യോമത്താവളം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ട്രംപ് രംഗത്ത് വന്നതും അഫ്ഗാന് വലിയ വെല്ലുവിളിയാണ്. ശക്തമായി തന്നെ തിരിച്ചടിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ അഫ്ഗാന് ഇനി ഭാവിയിൽ ഒരു ഭീഷണി ഉണ്ടാകുമെന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിലും അഫ്ഗാൻ അനുകൂലമായ നിലപാട് തന്നെയാണ് ഇന്ത്യയുടേത്. ഇറാൻ ഉൾപ്പെടുന്ന എണ്ണ പ്രകൃതിവാതക സമ്പന്നമായിട്ടുള്ള മധ്യേഷ്യൻ മേഖലയിലേക്കുള്ള ഏറ്റവും പ്രധാന കവാടമായി തന്നെയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നോക്കിക്കാണുന്നത്. പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലൂടെ ഒരു വ്യാപാര ഇടനാഴിയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇറാനിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ചബഹാർ തുറമുഖത്തോളം തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് അഫ്ഗാനുമായിട്ടുള്ള ഈ ബന്ധവും. ഈ തുറമുഖ നിർമ്മാണത്തിന്, ചബഹാർ തുറമുഖ നിർമ്മാണത്തിന് അടുത്തിടെ അമേരിക്കയുടെ ഉപരോധം വന്നത് ഇന്ത്യക്ക് ഒരു തിരിച്ചടിയായി മാറും എന്ന് വിലയിരുത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ അഫ്ഗാനുമായിട്ടുള്ള കൂട്ടുകെട്ട് കൂടുതൽ ബലപ്പെടുത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് വലിയ വെല്ലുവിളിയായി ഇന്ത്യ ഇവിടെ മാറും. ചൈനയും ഇന്ത്യക്ക് ഇവിടെ നേരിടേണ്ടി വരും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം അഫ്ഗാനിലൂടെ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.